കാസർഗോഡ് ദേലമ്പാടി പഞ്ചായത്തിലും സ്ഥിരം സമിതികളിൽ സമ്പൂർണ്ണ കോലീബി സഖ്യം. കോൺഗ്രസും ലീഗും ബിജെപിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങൾ പരസ്പരം പിന്തുണച്ച് പങ്കിട്ടെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ LDFനെതിരായ അവിശുദ്ധ കൂട്ടുകെട്ട് ചർച്ചയായ ദേലമ്പാടി പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പോടെ കോലീബി സഖ്യം പൂർണ്ണമായും മറനീക്കി പുറത്തുവന്നു. 17 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ CPIM 5, UDF 5, BJP 5, UDF സ്വതന്ത്രന്മാർ 2 ഇങ്ങനെയാണ് കക്ഷിനില. സ്ഥിരം സമിതി അധ്യക്ഷ പദവികൾ കോൺഗ്രസ്, BJP, മുസ്ലിം ലീഗ് സഖ്യം വീതിച്ചെടുത്തു. CPIM സ്ഥാനാർത്ഥിക്കെതിരെ കോലീബി പൊതു സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച A. രത്തൻകുമാർ നായിക് UDF BJP വോട്ട് നേടി വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാനായി. ക്ഷേമകാര്യ സ്ഥിരം സമിതിയിൽ മുസ്ലിം ലീഗ് അംഗം സൈറ എബി ബഷീർ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. BJPയും മുസ്ലിം ലീഗും കോൺഗ്രസും ഒരുമിച്ചതോടെയാണ് ജയം. കോലീബി സഖ്യം ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയാണ് BJPക്ക് നൽകിയത്. കോൺഗ്രസ് ലീഗ് വോട്ടുകൾ നേടി BJP അംഗം ഗംഗാധരൻ ചെയർമാനായി. പഞ്ചായത്തിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമ്പോൾ സഖ്യത്തിന്റെ പൊതു സ്ഥാനാർത്ഥിയായി വിജയിച്ച A. രത്തൻകുമാറിനായി കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP പ്രവർത്തകർ ഒരേ സമയം ആഹ്ലാദ പ്രകടനം നടത്തി മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. നേരത്തെ പുല്ലൂർ, പെരിയ, പൈവളികെ ഗ്രാമപഞ്ചായത്തുകളിലും കോലീബി സഖ്യം സ്ഥിരം സമിതികളിൽ പരസ്പരം വോട്ട് നൽകി വിജയിച്ചിരുന്നു. കൈരളി ന്യൂസ്, കാസർഗോഡ്.